നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടിട്ടും അന്തിമ പോളിംഗ് ശതമാനം പുറത്തുവിടാത്തതിൽ വിമർശനം ശക്തം. കൃത്യമായ പോളിംഗ് ശതമാനം പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കത്തയച്ചു. അന്തിമ പോളിംഗ് കണക്ക് വരാത്തതിൽ ദുരൂഹതയെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ കൃത്യമായ പോളിംഗ് ശതമാനം, മണ്ഡലം തിരിച്ചുള്ള കണക്ക്, ബൂത്ത് തല വിവരങ്ങൾ എന്നിവ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ വരുന്നതായിരുന്നു രീതി. എന്നാൽ ഇപ്രാവശ്യം വോട്ടെടുപ്പ് കഴിഞ്ഞ് 3 ദിവസം പിന്നിട്ടിട്ടും വെബ്സൈറ്റിൽ അന്തിമ കണക്ക് ലഭ്യമായിട്ടില്ല. കാരണവും വ്യക്തമാക്കിയിട്ടില്ല. കൃത്യമായ പോളിംഗ് ശതമാനത്തിന്റെ കണക്ക് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചു. സുതാര്യത ഉറപ്പുവരുത്തണമെന്നും കത്തിൽ പറയുന്നു. കണക്ക് പുറത്തുവിടാത്തതിൽ ദുരൂഹത സംശയിച്ചാൽ തെറ്റില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇവിടെ ഇപ്പോൾ അന്തിമ വോട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിൽ ദുരൂഹത ആരെങ്കിലും ചിന്തിച്ചാൽ അതിനെ തെറ്റ് പറയുന്നതിന് വേണ്ടിയും കഴിയില്ല. എന്തുകൊണ്ട് ഈ വോട്ടിൻ്റെ കണക്ക് പ്രസിദ്ധീകരിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ? അത് വളരെ സംശയത്തോടു കൂടി നമ്മൾ കാണുകയാണ്. SIR നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് നടന്നത്. എന്നാൽ കാലതാമസത്തിന്റെ കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.